അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ, മറ്റ് കൂട്ടുകാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. قال الله سبحانه وتعالى: أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم: فمن اتقى الشبهات فقد استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام. صدق رسول الله. കുഗ്ന ഫ്രണ്ട്സിൻ്റെ വളരെ മഹത്തായ ഈ വേദിയിൽ എനിക്കിവിടെ അവതരിപ്പിക്കാൻ ലഭിച്ച വിഷയം മിന്നത്ത് ശുബ്ഹത്ത് അകലം മാതൃകാ ജീവിതം എന്നതിനെ സംബന്ധിച്ചുകൊണ്ടാണ്. വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത വളരെ സുപ്രസിദ്ധമായ ഒരു ഹദീസ്. ആ ഹദീസിന്റെ വിശദീകരണം ചെറിയ രൂപത്തിൽ പരാമർശിക്കുമ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചെറിയൊരു ധാരണ അതിലൂടെ നമുക്ക് ലഭിക്കും എന്ന നിലക്ക് ആ ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിലൂടെയാണ് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഫമനിത്തഖ ശുബ്ഹാത്ത് എന്നൊരു ഹദീസ്, അതിന്റെ പൂർണ്ണഭാഗം ആരംഭിക്കുന്നത് ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. ഇസ്ലാമിന്റെ അടിസ്ഥാനമായി എണ്ണിയ 4 കാര്യങ്ങളിൽ, അല്ലെങ്കിൽ 3-1 സുലുസുൽ ഇസ്ലാം, റുബുഉൽ ഇസ്ലാം എന്ന പേരിലെല്ലാം പരാമർശിക്കപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. നാല് ഹദീസുകളെ പ്രത്യേകമായി പരാമർശിച്ചപ്പോൾ ചില പണ്ഡിതന്മാർ അതിനെ ഒരു ബൈത്തിലൂടെ ക്രമീകരിച്ചതായി കാണാം. കലിമാത്തുൻ അർബഅൻ മിൻ കലാമി ഖൈറിൽ ബരിയ ഇത്തഖി ശുബ്ഹാത്ത് വസ്ഹദ് വദഅമാ ലൈസ യുഗ്നീക വഅമലൻ ബിനിയ്യ. ബുഖാരിയിൽ ആദ്യമായി തുടങ്ങുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് ആരംഭിക്കുന്ന ഹദീസിന്റെ ശറഹുകളിലും ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് പരാമർശിക്കുന്നതായി കാണാം. 1 അതാണ്, 4 1 അതാണ്. അതിൽപ്പെട്ട മറ്റൊന്നാണ് ശുബ്ഹകളെ സൂക്ഷിക്കുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പരാമർശിച്ച ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സംഗതികളെയാണ് തുടക്കത്തിൽ പരാമർശിക്കുന്നത്. 1 ഹലാൽ, മറ്റൊന്ന് ഹറാം, മറ്റൊന്ന് രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന ശുബ്ഹാത്തുകൾ. ഹറാമിനെയും ഹലാലിനെയും ശുബ്ഹകളെയൊക്കെ പറ്റി പറയുമ്പോൾ വ്യത്യസ്ത മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് അതെല്ലാം. ഹലാലായാലും ഹറാമായാലും ശുബ്ഹകളായാലും പല മേഖലകളിൽ അതുമായുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അത്രയും വിശാലമായ എല്ലാ മേഖലയെയും പരാമർശിക്കുക എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ എങ്ങനെ കടന്നു വരുന്നു എന്നതിലേക്കുള്ള
ഒരു സൂചനകൾ ആ ഒരു മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് വിഷയം അവതരിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ഈ ഹദീസിൽ തുടക്കത്തിൽ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് ഏതാനും ചില കാര്യങ്ങൾ കൂടി അതിൽ പരാമർശിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഏകദേശം 10ഓളം വിഷയങ്ങൾ പലവിധ പരാമർശങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തും. അതിൽ ഒന്നാമത്തെ പരാമർശം ഇന്നൽ ഹലാല ബയ്യിൻ. തീർച്ചയായും ഹലാൽ എന്ന് പറയുന്ന മേഖല അത് സുവ്യക്തമാണ്. ഹലാലിന്റെ നിർവചനങ്ങൾ അതൊക്കെ നമുക്കറിയാം, സുദീർഘമായി വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. ഈ ഹലാലിനെ സംബന്ധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പ്രത്യേകമായി കൽപ്പിച്ചു സൂറത്തുൽ മാഇദയിൽ, അതുപോലെ പല ആയത്തുകളിലും. വഖുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ വത്തഖുല്ലാഹ അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ. അനുവദനീയമായ സംഗതികളാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, കഴിക്കേണ്ടത്. അള്ളാഹുവിനെ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണം. ഇതേ ഒരു നിർദ്ദേശം അല്ലാഹു തആല അവന്റെ അമ്പിയാക്കളോട്, പ്രവാചകന്മാരോടും കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം എന്ന് മുഅ്മിനൂൻ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുന്നു. അപ്പോൾ പ്രവാചകന്മാരോടുള്ള കൽപ്പന, ആ ഒരു കൽപ്പന തന്നെ വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് നിർബന്ധമായി ഹലാലിനെ തേടുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അനിവാര്യമായ സംഗതിയായി. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ തബ്റാനി ഉദ്ധരിക്കുന്ന അവിടുത്തെ ഗ്രന്ഥത്തിൽ, മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ, അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, തലബുൽ ഹലാലി വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഹലാൽ തേടുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹലാൽ തേടാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ സംവിധാനിക്കപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ 3 മേഖല, അത് കരയുടെ മേഖലയായാലും കടൽ മേഖലയായാലും മറ്റുള്ള മേഖലയായാലും എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാൽ തേടിയെടുക്കാൻ വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ഒരായത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. വല്ലാഹു അല്ലദീ സഖറ ലക്കുമുൽ ബഹ്റ ലിതജ്രിയൽ ഫുൽക ബിഅംരിഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. വാനലോകങ്ങളും ഭൂമിയും അല്ലാഹു തആല ഹലാൽ തേടുന്നതിന് വേണ്ടി സംവിധാനിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകമായും കടൽ നിങ്ങൾക്ക് ഹലാൽ തേടാൻ വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹലാൽ തേടുക എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബാധ്യതയായും അത് തേടുന്നത് ഒരു പ്രതിഫലാർഹമായ സംഗതിയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഹലാൽ ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും വേണ്ട സംഗതികൾ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. സൂറത്തുൽ തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ഹലാൽ നേടുന്നതിന്റെ മാർഗങ്ങൾ 2 എണ്ണമാണ് ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്ന് തഖ്വയാണ്. പരാമർശിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി അന്നഹു ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മല റിസ്ഖഹാ വ അജലഹാ. ഓരോ നഫ്സിനും തയ്യാർ ചെയ്യപ്പെട്ട ഹലാലായ അവന്റെ ഭക്ഷണങ്ങൾ അത് പൂർണ്ണമായും അവന് ലഭ്യമാകുന്നതുവരെ ഒരാൾ മരണപ്പെട്ടു പോവുകയില്ല. അതിനെന്താണ് വേണ്ടത്? ഫത്തഖുല്ലാഹ. ഒന്ന് അൻതത്ലുബൂഹു ബിമആസില്ലാഹി അസ്സ വജല്ല. റിസ്ക് ഹലാൽ കിട്ടുന്നില്ല എന്ന് കരുതി ഹറാമിലേക്ക് പോകാനോ അല്ലാഹുവിനെ ഇസ്യാൻ ചെയ്യുന്ന സംഗതികളോ ഉണ്ടാവാൻ പാടില്ല. ഫഇന്നഹു ലാ യുദ്രികു മാ ഇൻദല്ലാഹി ഇല്ലാ ബിതാഅതിഹി. അല്ലാഹുവിനെ അനുസരണ ചെയ്യുക എന്നുള്ള രൂപത്തിലല്ലാതെ ഒരാൾക്കും അല്ലാഹു തആല ആ രൂപത്തിലുള്ള ഭക്ഷണം നൽകുകയില്ല. ഈ ആയത്തും ഹദീസും നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഹലാൽ ലഭിക്കാനുള്ള മാർഗങ്ങളായി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഘടകങ്ങൾ, ഒന്ന് തഖ്വ ഉണ്ടായിരിക്കുക, മറ്റൊന്ന് അതിനനുസരിച്ചുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക, മറ്റൊന്ന് അനുസരണ, അല്ലാഹുവിനെ അനുസരണ, അവന് വിധേയമായി ജീവിക്കുക. ഈ തവക്കുലാക്കി ജീവിക്കുമ്പോൾ
ഹലാലായ ഭക്ഷണം രൂപപ്പെട്ടു വരുന്നതിന്റെ മനോഹരമായ ഒരു ഉദാഹരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലൗ ലറസകകും കമാ യർസുഖു തയ്ർ തവദു ഹിമാസൻ വതറൂഹു ബിതാന. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ്. അപ്പോൾ എങ്ങനെയാണ് ഹലാല് നമുക്ക് ലഭിക്കേണ്ടത്, തവക്കുൽ ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ പരിശ്രമം പോവേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉദാഹരണം, ഒരു താരതമ്യം ഈ ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഹലാല് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത്? ഹലാല് സ്വർഗപ്രവേശനത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഹലാലാണ്. സ്വർഗപ്രവേശനം നേടുന്നതിന്റെ ഒരു മാനദണ്ഡം ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അകല തയ്യിബൻ വഅമില ഫീ സുന്നത്തിൻ വഅമില الناس ബബായികഹു ദഖലൽ ജന്ന. മറ്റൊരു ഹദീസ്. സ്വർഗപ്രവേശത്തിന് നിദാനമാകുന്ന ഒരു കാരണമാണ് ഹലാൽ എന്നുള്ളത്. ഹൃദയത്തിന്റെ പ്രകാശം രൂപപ്പെട്ടു വരാൻ, നൂറാനിയത്ത് രൂപപ്പെടാനുള്ള ഒരു മാനദണ്ഡമാണ് ഹലാൽ എന്ന് പറയുന്നത്. ഹൃദയത്തിന് കടുപ്പം കൂടാതിരിക്കാൻ ആവശ്യമായ ഒരു ഘടകമാണ് ഹലാൽ എന്ന് പറയുന്നത്. മൻ അകല ഹലാൽ 40 യൗമൻ നവറഹു ഖൽബ. ഇഹ്യാഉദ്ദീനിൽ മഹാനായ അസ്സാലി പറഞ്ഞതായി കാണാം. ഇങ്ങനെ ഹലാൽ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് എന്നും സ്വർഗപ്രവേശത്തിന് വരെ അത് കാരണമായ സംഗതിയാണ് എന്നും നമുക്ക് ബോധ്യമായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ഹദീസിൽ പരാമർശിക്കുന്നത് അൽ ഹറാമു ബയ്യിൻ, പ്രവേശത്തിന് അത് കാരണമാകുന്നു എന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ കാണാം, സാമ്പത്തികമായും സാംസ്കാരികമായും വിവിധ തലങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതം രൂപപ്പെട്ടു വരുന്നതായി കാണാം. ഒരു ഹദീസിൽ കാണാം, മാ മനഅ ഖൗമുൻ അസ്സകാ ഇല്ല ബതലാഹുല്ലാഹു ബിസ്സനീൻ. വിശപ്പ്, ക്ഷാമം പോലത്തതായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന മുതൽ അത് ശരിയായ മാർഗത്തിലൂടെ കൊടുത്ത് വിടാതെ അത് ഭക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പോൾ ഹറാമിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒരു വ്യക്തിതലത്തിൽ മാത്രമല്ല, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക തലങ്ങളിലടക്കം അതിന്റെ പ്രത്യാഘാതം ഉണ്ട് എന്നുള്ളതാണ്. ഇബാദത്തിന്റെ സ്വീകാര്യത ഇല്ലാതിരിക്കുന്നതിനുള്ള ഒരു കാരണം കൂടിയാണ് ഹറാമ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് നൽകിയ നോട്ട്സുകളിൽ അതിന്റെ ഹദീസുകളൊക്കെ ഉണ്ട്. സുദീർഘമായി വായിച്ചു പറയാൻ സമയമില്ല. പിന്നീട് നാം വരുന്നത് മൂന്നാമത്തെ പരാമർശത്തിലേക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമത്തെ പരാമർശമായി പറയുന്നു, ബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. രണ്ടിനുമിടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്, അധിക ജനങ്ങൾക്കും അവയെക്കുറിച്ച് ധാരണയില്ല, അറിയുകയില്ല. വിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു ദീനാണ്. അൽയൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങിയ അധ്യാപനത്തിലൂടെ ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ആ ദീനിൽ പിന്നീട് ശുബ്ഹ വരാനുള്ള, ഹറാമും ഹലാലും വ്യക്തമായി ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ലാ യഅരിഫുഹാ കസീറുൻ മിനൻ നാസ്. ഹറാമും ഹലാലും സുവ്യക്തമായി ബോധ്യപ്പെടാത്ത ചില സംഗതികൾ, അത് ജനങ്ങളിൽ പലർക്കും അതിനെ സംബന്ധിച്ചുകൊണ്ട് അറിയില്ല. പണ്ഡിതന്മാർ ഖിയാസ് മുഖേനയോ അല്ലെങ്കിൽ നസ് മുഖേനയോ അത് നമുക്ക് പറഞ്ഞു തരും. ആ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അതിന്റെ ഒരു വശം ബോധ്യമാകുമ്പോൾ അതിനെ തക്ലീദ് ചെയ്തുകൊണ്ട് ഭൂരിഭാഗം ആളുകളും അതിനെ പിന്തുടരുകയും ഫോളോ ചെയ്യുകയും ചെയ്യും. അതേസമയം കൃത്യമായി വ്യക്തമായും വെളിവാക്കാത്ത ചില സംഗതികൾ, അതേപോലെ സമകാലിക സംഭവങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അതിൽ കൃത്യമായി വ്യക്തത കിട്ടാത്ത ചില സംഗതികൾ, അതെല്ലാം ശുബ്ഹയിലേക്ക് നയിക്കാനുള്ള സംഗതികൾ കാരണമാണ്. ശുബ്ഹയെ ഏത് രൂപത്തിലാണ് തിരിച്ചറിയേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസിലൂടെ, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, സംശയമുള്ള സംഗതികളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ശുബ്ഹയായ ഒരു സംഗതി നമുക്ക് ബോധ്യപ്പെടുന്നത് മനസ്സിന് ഇൽത്തിറാബുൽ ഖൽബ്, മനസ്സിനൊരു പിടച്ചിലുണ്ടാകുമ്പോഴാണ്. ഇത് ചെയ്താൽ തെറ്റായി പോകുമോ എന്നുള്ളതായ ഒരു പിടച്ചിൽ സംഭവിക്കുമ്പോൾ അത് ശുബ്ഹ വരാനുള്ള സാധ്യതയാണ്. അത്തരം സാധ്യതയുണ്ടാകുമ്പോൾ അതിനെ ഒഴിവാക്കി ശുബ്ഹ ഇല്ലാത്തതിനെ
ഉറപ്പുള്ളതിനെ എടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഒരു മാർഗം. ശുബ്ഹ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശുബ്ഹയിൽ അധിഷ്ഠിതമായി നമ്മുടെ ഉപജീവന ക്രമങ്ങൾ ക്രമീകരിക്കുമ്പോൾ അതിൽ നമുക്ക് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോവുക എന്നുള്ളത്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, യൗതി അലന്നാസി സമാനൻ ലാ യുബാലിൽ മർഉ മാ ഉഖിദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ ഞാൻ സ്വീകരിക്കുന്നത് എന്ന് പരിഗണിക്കാത്ത ഒരു സമൂഹം വരാനുണ്ട് ഭാവിയിൽ. അത്തരം സമൂഹം അവർക്ക് ഉത്തരം കിട്ടുകയില്ല, അവരുടെ പ്രാർത്ഥന പ്രതിപാദിച്ചിട്ടുണ്ട്. ധാരാളം ഉദ്ധരണികൾ അതിലുണ്ട്. ഏതാനും ചില ഉദ്ധരണികൾ മാത്രം ഞാൻ വായിക്കുകയാണ്. ശുബ്ഹയെ സമീപിച്ചപ്പോൾ അത് ഹറാമ് എന്ന് പറയണോ, അല്ലെങ്കിൽ കറാഹത്ത് എന്ന് പറയണോ, അല്ലെങ്കിൽ മുബാഹി എന്ന് പറയണോ, ഒരു തവക്കുഫായ നിലപാട് സ്വീകരിക്കണോ എന്നതിനെ സംബന്ധിച്ചുകൊണ്ടെല്ലാം പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി സൂചിപ്പിച്ചതായി കാണാം. ഫുഖഹാക്കളെ മറ്റ് ഫുഖഹാക്കൾ തുഫ്ഫയുമെല്ലാം നിഹായയും അടക്കം മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം വിശദീകരിച്ചത് അതൊരു ഷാദായ അഭിപ്രായം എന്നാണ്. വഖൗലുൽ അസ്സാലി യഹ്റുമുൽ അഹ്റു മിമ്മൻ അക്സറ മാലിഹി ഹറാമുൻ, ഹറാമാണ് ഇത്തരക്കാരോടുള്ള ഇടപഴക്കം എന്ന് പറഞ്ഞത്. അതുപോലെ അവരോടുള്ള പെരുമാറ്റ രീതികളുമെല്ലാം ഹറാമാണ് എന്ന നബി ഗസാലി ഇമാമിന്റെ അഭിപ്രായം എന്ന് ഫത്ഹുൽ മുഈനും തുഫ്ഫയും നിഹായയും എല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഷാഫി മദ്ഹബിന്റെ ഏകദേശമുള്ള ഒരു മദ്ഹബിന്റെ രീതി ഇങ്ങനെയാണെങ്കിൽ മറ്റു മദ്ഹബിനും ഇത്തരത്തിൽ സമാനമായ വീക്ഷണം തന്നെയാണുള്ളത്. മാലിക്കി മദ്ഹബിൽ അല്ലാമ ദസൂഖി ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അഹ്മദ് ദസൂഖി എന്നവർ അവിടുത്തെ ശറഹുൽ കബീറിന്റെ ഹാസിയയിൽ അഹ്മദ് ബിൻ മുഹമ്മദ് അൽ അദവി എന്ന് പറയുന്ന പണ്ഡിതന്റെ ശറഹുൽ കബീർ, നമ്മുടെ ഷാഫി ഫിഖിലുള്ള ഫത്ഹുൽ അസീസ് എന്ന ശറഹുൽ കബീർ അല്ല, അവരുടെ മാലിക്കി മദ്ഹബിലുള്ള ശറഹുൽ കബീറിന്റെ ഹാസിയയിൽ പറയുന്നതായി കാണാം, അന്ന മൻ അക്സറു മാലിഹി ഹറാമുൻ വഅഖല്ലുഹു ഹറാമുൻ അൽ മുതമദു ജവാദു മുആമലതിഹി വൽ അക്ലു മിൻ മാലിഹി എന്നുള്ളതാണ്. അതേസമയം അവരുടെ മദ്ഹബിൽ തന്നെ അത് ഹറാമാണ് എന്ന വീക്ഷണം വെച്ച് പുലർത്തിയ ആളുകളും ഉണ്ട്. അതിൽപ്പെട്ടവരാണ് ഇബ്നുൽ ഫറജ് അൽ അസ്ബഗ് എന്ന് പറയുന്ന പണ്ഡിതൻ. അതേപോലെ കറാഹത്താണ് എന്ന് അതേസമയം നാം ഹംബലി മദ്ഹബിലേക്ക് കടന്നു വന്നാൽ മുസ്തഫ ബിൻ സഅദ് എന്ന് പറയുന്ന പണ്ഡിതൻ അവര് വിശദീകരിച്ചതായി കാണാം, അന്നൽ മുഅ്തമദ ഫീ മദ്ഹബിൽ ഹനാബിലത്തി ഹുവൽ കറാഹത്തു, കറാഹത്താണ് ഇത്തരക്കാരുമായുള്ള ഇടപഴക്കം എന്നത്. ഇനി ഹനഫി മദ്ഹബിലേക്ക് വന്നു കഴിഞ്ഞാൽ അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഹമവി എന്ന് പറയുന്ന പണ്ഡിതൻ അവരുടെ ഉംസുൽ ബസായിർ ശറഹുൽ അസ്ബാഹി വൻ നവാഹിർ വൻ നവായിർ ഇബ്നു നുജൈം എന്നവരുടെ അഥവാ ഹനഫി പണ്ഡിതനായ ഇബ്നു നുജൈം എന്നവരുടെ അസ്ബാഹു വൻ നവാഹിർ എന്നതിന്റെ ശറഹിൽ സുയൂത്തി ഇമാമിന് അസ്ബാഹു വൻ നവായിർ എന്ന ഗ്രന്ഥമുണ്ട്. അതല്ല, ഇബ്നു നുജൈം എന്നവരുടെ ആ ഗ്രന്ഥത്തിന്റെ ശറഹിൽ അഹ്മദ് ബിൻ മുഹമ്മദ് എന്നിവർ വിശദീകരിക്കുന്നതായി കാണാം, മുആമലത്തു മൻ അക്സറ മാലിഹി ഹറാമുൻ വലം യതഹഖഖ അൽ മൗഫൂദ് മിൻ മാലിഹി ഐനൽ ഹറാമി ഫലാ തഹ്റുമു മുബായഅതുഹു ലിംകാനിൽ ഹലാലി വഅദമി തഹ്രീം വലാകിൻ യുക്റഹു ഖൗഫൻ മിനൽ വുഖൂഇ ഫിൽ ഹറാമി, ഹറാമിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരക്കാരുമായുള്ള ഇടപഴക്കം അത് ഹറാമാണ്, കറാഹത്താണ് എന്നുള്ളതാണ്. ഇങ്ങനെ നാല് മദ്ഹബിന്റെയും വീക്ഷണം ഈ രൂപത്തിലാണ് പോകുന്നത്. അതേസമയം ഒരു സമൂഹത്തിൽ ഹറാമും ഹലാലും തിരിച്ചറിയപ്പെടാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ഹറാമ് പൂർണ്ണമായും വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് അവിടെ നാം ഭക്ഷണം കഴിക്കേണ്ടതിന്റെ അളവ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. വലൗ അമ്മൽ ഹറാമു അൽ അർള വലം യൂജിദ് ഫീഹാ ഹലാലു, ഹലാൽ കിട്ടാതെ ഹറാമ് മാത്രം വരുന്നൊരു ഘട്ടം വന്നാൽ ജാദ യസ്തഅമില മിൻഹു മാ തമസ്സു ഹാജത്തുഹു, അവന് ആവശ്യമായതിന്റെ ഖദർ മാത്രം ഭക്ഷിക്കുക എന്നതാണ് അതിന്റെ രീതി എന്ന് ഫത്ഹുൽ മുഈനിൽ തന്നെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഹറാമ് വ്യാപിച്ച ഒരു അവസരത്തിലാണ് എങ്കിൽ ഒരു ഹറാമിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഹറാമും ഹലാലും കലർന്നാൽ പോലും ആ രൂപത്തിലുള്ള ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു കദർ മാത്രം കഴിച്ചുകൊണ്ടായിരുന്നു മഹാനവറുകൾ അതിനെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതേസമയം ഒരു നിർബന്ധിത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ കറാഹത്തില്ലാതെ തന്നെ ഇത്തരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അഥവാ മരണ സമയമാണ് ഭക്ഷണം ഇതായി കാണാം. ഇതിന്റെ ഇബാറത്തുകൾ നിങ്ങൾക്ക് തന്ന കുറിപ്പിലുണ്ട്, ഞാൻ വായിക്കുന്നില്ല. മൂന്നാം പരാമർശമായ
ബൈനഹുമാ മുസ്തബിഹാത്തുൻ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് നമ്മുടെ വിഷയത്തിൽ പരാമർശിച്ച മിന്നത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നും പാരിതോഷികം സ്വീകരിക്കുക. മിന്നത്തിന്റെ നിർവചനം, ഒരു പൊതുവായ നിർവചനം എന്ന് പറയുന്നത് അൽ ഇഹ്സാനു വൽ ഇൻആം, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക, നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയം മിന്നത്തിന്റെ ഒരു തീവ്രത കൂടിയ ഒരു രീതിയാണ് മറ്റൊന്ന് പാരിതോഷികം നൽകിയ വിഷയങ്ങൾ, അത് ചില മണ്ണ് അത തുടങ്ങിയതായ സംഗതികൾ കൊണ്ട് നിങ്ങളുടെ സദഖയെ ബാത്തിലാകരുത് എന്ന് പറയുന്നത് കൊടുത്തത് എടുത്തു പറയുകയും അതൊരു അഭിമാനമായി കാണുകയും ചെയ്യുന്ന അകാരൂപത്തിൽ പാരിതോഷികം നൽകുന്ന ആളുകളാണ്. അപ്പം ആ രൂപത്തിൽ കിറ്റുകളായാലും ഓഫറായാലും പത്രാസ് കാണിക്കാൻ വേണ്ടിയായാലും അതെല്ലാം നാം സമീപിക്കേണ്ടത് ഇത്തരം മിന്നത്തിന്റെ തീവ്രത കൂടിയ ഒരു വശത്തിലൂടെയാണ്. അതേസമയം വിശാലമായ ഈ ഒരു അർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പാരിതോഷികം സ്വീകരിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് കർമ്മശാസ്ത്രം പറയുമ്പോഴും അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത സമീപനമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ഏതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മശാസ്ത്രപരമായ ഒരു ആരാധന നാം നടത്തുമ്പോൾ ആ ആരാധനയ്ക്ക് ആവശ്യമായ ചില സംഗതികൾ ചിലരിൽ നിന്ന് ലഭിച്ചാൽ പോലും അതുപോലും സ്വീകരിക്കേണ്ടതില്ല, അത് നിർബന്ധമില്ല എന്നുള്ളതായ വിഷയം വ്യത്യസ്തമായ പല വിഷയങ്ങളിൽ, ധാരാളം വിഷയങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതിൽപ്പെട്ട ഏതാനും 1-2 വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട്, അവർക്ക് മറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ ആവശ്യം വരുമ്പോൾ, അവിടെ വസ്ത്രം ആവശ്യമായി വരുമ്പോൾ വസ്ത്രമില്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അവിടെ കാണാം വലാ യൽസമു ഖബൂലു ഹിബത്തി സൗബി, വസ്ത്രം അവരെ സ്വീകരിക്കാൻ നിർബന്ധമില്ല എന്നുള്ളതിന്റെ പറഞ്ഞതിന്റെ കാരണം ലിൽ മിന്നത്തി അലൽ അസഹി തുഫയും നിഹായും മുതലിയും വ്യക്തമാക്കുന്നു. അസഹായ അഭിപ്രായ പ്രകാരം മിന്നത്തുണ്ട് എന്നുള്ളൊരു കാരണത്താൽ അതവന് സ്വീകരിക്കാൻ നിർബന്ധമില്ല. ജുമയുടെ ബാബിൽ എടുത്ത് നോക്കിയാൽ കാണാം വല്ലാമായ ജിദു ഖായിദൻ വലൗ ബി ഉജ്റത്തിൻ എന്ന് പറഞ്ഞെടുത്ത് അതിന്റെ വിശദീകരണത്തിൽ കാണാം ഫലൗ മുഹിബ ലഹു മർകൂമൻ ലം യജിദു ഖബൂലുഹു, ഒരാൾക്ക് വാഹനം ഒരാൾ ഓഫർ ചെയ്തു, നടന്നു പോകാൻ കഴിയുന്നില്ല, വാഹനം ഒരാൾ ഓഫർ ചെയ്തു, എന്നാൽ ലം യജിദു ഖബൂലുഹു, അതിന്റെ കാരണം എന്താണ്? ലിൽ മിന്നത്തി എന്നുള്ളതാണ്. അതേപോലെ വലാ യൽസമു ഖബൂലു ഹിബത്തി മഹ്രി വഅമത്തിൻ, ഒരാൾക്ക് മഹർ ഒരാൾ ഹദിയയായി നൽകി, കല്യാണം കഴിക്കാനുള്ള മഹറില്ല, കല്യാണം കഴിക്കാൻ മഹറില്ലാതെ ഒരാൾ ഹിബത്ത് നൽകിയാൽ അത് സ്വീകരിച്ചുകൊണ്ട് അയാൾ കല്യാണം കഴിക്കുക, അത് നിർബന്ധം ഇല്ല. വഅമത്തിൻ, അതേപോലെ തന്നെ അമത്തിനെ വിവാഹം ചെയ്യുകയാണ് എങ്കിൽ, അയാൾക്ക് അമത്തിനെ ഒരാൾ ദാനമായി നൽകുകയാണ് എങ്കിൽ അതും സ്വീകരിക്കാൻ നിർബന്ധമില്ല. ഒരാൾക്ക് സ്വന്തം സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ആ സ്വന്തം സ്ത്രീയെ കല്യാണം കഴിക്കുന്ന അവസരത്തിൽ ഒരാൾക്ക് മഹറില്ലാത്ത കുടുങ്ങി മഹർ നൽകിയാൽ ആ മഹർ സ്വീകരിക്കൽ അയാൾക്ക് നിർബന്ധമില്ല. ഇനി മഹറില്ലാതെ ഒരാൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ അമത്തിനെ ഒരാൾ സൗജന്യമായി നൽകി, അങ്ങനെയാണ് എങ്കിൽ അമത്തിനെ അയാൾക്ക് സ്വീകരിക്കാം, അടിമ സ്ത്രീയെ സ്വീകരിക്കാം. എന്നാൽ അത് സൗജന്യമായി നൽകിയാൽ അതും സ്വീകരിക്കൽ അയാൾക്ക് നിർബന്ധമില്ല. അതിന്റെ കാരണം ലിൽ മിന്നത്തി, മിന്നത്ത് സ്വീകരിക്കുക എന്നുള്ള വിഷയം അതിൽ വരുന്നു എന്നുള്ളതാണ്. ഇനി വുദു എടുക്കാനുള്ള വെള്ളത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ അവിടെ കാണാം ലൗ ഉഹിബ സമനൽ മായി ഔ സമന ആലത്തിൽ ഇസ്തിഖായി ഔ ഉഖിരിബ സമന ദാലിക ഫലാ യജിബു ഖബൂലുഹു, അതൊന്നും സ്വീകരിക്കൽ, വെള്ളത്തിന്റെ വില സ്വീകരിക്കുക, വെള്ളത്തിന്റെ ഹുക്കം മറ്റൊന്നാണ്, വെള്ളത്തിന്റെ വില സ്വീകരിക്കുക, വെള്ളം കണ്ടെത്താനുള്ള ആലത്ത് സ്വീകരിക്കുക, അതൊന്നും അയാൾക്ക് ഒരാൾ നൽകിയാലും അത് സ്വീകരിക്കേണ്ടതില്ല. ഫലാ യജിബു ഖബൂലുഹു ലിഇഅ്ലമിൽ മിന്നത്തി. സലബ് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ കാണാം അവിടെ നേരത്തെ പറഞ്ഞുറപ്പിച്ചതായ വിശേഷണങ്ങൾ ഇല്ലാത്ത ഒരു വസ്തുവാണ് ഒരാൾ കൊടുക്കുന്നത് എങ്കിൽ അയാൾക്ക് സ്വീകരിക്കാത്ത തള്ളിക്കളയാം. അതേസമയം അതിനേക്കാളും മുന്തിയതാണ് അയാൾ കൊടുക്കുന്നത് എങ്കിൽ അയാൾക്ക് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സ്വീകരിക്കുന്നിടത്ത് 2 വജഹുകളുണ്ട്. ഒന്ന് സ്വീകരിക്കാം, അതേസമയം സ്വീകരിക്കൽ അനുവദനീയമാണ്, അതേസമയം സ്വീകരിക്കൽ നിർബന്ധമില്ല. അതിന്റെ കാരണം ലിമാ ഫീഹി മിനൽ മിന്നത്തി, മിന്നത്ത് എന്ന് പറയുന്ന ഒരു സംഗതി അതിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മിന്നത്ത് വരുന്നിടങ്ങളിലെല്ലാം ഫുഖഹാക്കൾ ഒരു മതപരമായ വിഷയത്തിന് പോലും ആ മിന്നത്ത് സ്വീകരിക്കുക എന്നുള്ളത് ാണ് സൂക്ഷ്മതയായി നമ്മെ ഈ വിഷയത്തിലും പരിചയപ്പെടുത്തിയത്. എന്തിനാണ് ഇങ്ങനെ മിന്നത്തിനോട് അകലം പാലിക്കുവാൻ വേണ്ടി നമ്മോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു രീതി, അവന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു ഗുണത്തിന്റെ അടിമയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള പ്രമാണം. ഗുണം ലഭിച്ച ആളുകളോട് സ്വാഭാവികമായും കടപ്പാടുകളും കൂറുകളും കൃതജ്ഞതയും നാം പ്രകടിപ്പിക്കേണ്ടി വരും. ഇത്തരം കടപ്പാടുകൾ പ്രകടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ
നിന്ദതയും മാനക്കേടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നാം അനുഭവിക്കേണ്ടി വരും. രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ കഴിഞ്ഞുപോയ രാജാക്കന്മാർ മന്ത്രിമാരുടെ ചരിത്രങ്ങളൊക്കെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ പാവപ്പെട്ടവർക്ക്, അതുപോലെ പണ്ഡിതന്മാർക്ക്, കവികൾക്കെല്ലാം അവരിങ്ങനെ വാരിക്കോരി പാരിതോഷികങ്ങൾ നൽകുന്നതായ അത്തരം ഒരു പാരിതോഷികം സ്വീകരിക്കുകയും അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതിന് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് മഹാനായ പണ്ഡിതന്മാരെല്ലാം നമർശിച്ചു വന്നിട്ടുള്ളത്. ഞാൻ മഹാനായ റസൂൽ ഒരു മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് അയാൾക്ക് സ്വാഭാവികമായും ഒരു അടുപ്പം ഉണ്ടാകും. ഇഹ്സാൻ ചെയ്യാത്ത ആളോട് സ്വാഭാവികമായും ഒരു വെറുപ്പ് ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിനെ വളരെ മനോഹരമായാണ് ഈ ഹദീസിലൂടെ നമുക്ക് പ്രതിപാദിച്ചു തന്നിട്ടുള്ളത്. മനഃശാസ്ത്രത്തിലൊരു തിയറി ഉണ്ട്, സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളായി അവതരിപ്പിച്ച ഒരു തിയറി. അത് പ്രിൻസിപ്പിൾസ് ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്ന ഒരു തിയറിയാണ്. പാരസ്പര്യ തത്വം എന്താണ് മലയാളത്തില് നമുക്ക് വേണമെങ്കിൽ അതിനെ ഭാഷാന്തരം ചെയ്യാം. എന്താണ് റെസിപ്രോസിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? where one party feels obliged to return the favor bestowed on them by complaint. ഒരു കക്ഷി തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം മറ്റൊരു കക്ഷിയെ അവർക്ക് എല്ലാ രൂപത്തിലുമുള്ള അനുസരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു തോന്നലിനാണ് ഈ റെസിപ്രോസിറ്റി പ്രിൻസിപ്പിളുടെ അടുപ്പം, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് കാണിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മഹാനായ അല്ലാമ അബ്ദുൽ വഹാബ് അശ്ശറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു ഉപദേശത്തിൽ കാണാം ഈ ഹദീസ് പരാമർശിച്ചുകൊണ്ട് സൂചിപ്പിച്ച ഒരു കാര്യം. അവിടുന്ന് അൽ ബഹ്റുൽ മൗറൂദ് ഫിൽ മവാസിഖി വൽ ലുഹൂദ് എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു, ഉഹിദ അലൈനാ അൽ ലുഹൂദ് അല്ലാ നഅകുല മിൻ ഹദായ നസാറ വൽ യഹൂദി വൽ മജൂസ്. അവരുടെയൊന്നും ഹദിയകൾ സ്വീകരിക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല എന്ന് നമ്മോട് കരാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? വദാലിക ലിഅന്ന ഫീ ഖബൂലി ഹദായൽ കുഫാർ, അവരിൽ നിന്നുള്ള ഇത്തരം ഹദിയകൾ സ്വീകരിക്കുമ്പോൾ എന്ത് വരും? സ്വാഭാവികമായി തമയ്യുൽ ഖൽബി ഇലൈഹിം ബിൽ മഹബ്ബത്തി കഹറൻ, സ്വാഭാവികമായും അവരോടുള്ള ഒരു അട്രാക്ഷൻ വരും. അതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കമാ അശാറ ഇലൈഹി ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബിലത്തുൽ ഖുലൂബു അലാ ഹുബ്ബി മൻ അഹ്സന ഇലൈഹാ. അതുകൊണ്ട് ഫമൻ ഖബില മിൻഹും ഹദിയതൻ വതലബ അല്ലാ യരീല ഖൽബുഹു ഫകഅന്നഹു റാമൽ മുഹാൽ. സ്വാഭാവികം എന്നിട്ട് അയാളോട് തീരെ കടപ്പാടില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഫകഅന്നഹു റാമൽ മുഹാല, അതൊരു അസംഭവ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ല എന്ന് നമ്മുടെ മശായിഖന്മാർ നമ്മോട് കരാർ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഉദ്ധരിച്ചതായി കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രാർത്ഥിച്ചതിൽ കൊടുത്തതായി കാണാം, അല്ലാഹുമ്മ ലാ തജ്അൽ ലിഫാജിരിൻ ഇൻദി യദൻ ഫയുഹിബ്ബുഹു ഖൽബി. ഒരു ഫാജിറിനും ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അത്തരക്കാരുടെ ഒരു മിന്ന പാരിതോഷികം സ്വീകരിക്കുകയും അതുവഴി അവരോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാതലിനെ ചോദിക്കുന്നു. മഹാനായ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞ ഒരു വാക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം, അല്ലാഹുമ്മ ലാ തജ്അൽ ലിഫാജിരിൻ അലയ്യ മിന്ന. ഒരു ഫാജിറിനും റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളെ നാം അതിന്റെ വിശദീകരണം നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പിന്നീട് വ്യത്യസ്തമായ 2 രീതികളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തെ രീതി എന്താണ്? അത് ഫമനിത്തക ശുബ്ഹാത്ത്, ശുബ്ഹത്തിനോട് മാറി നിൽക്കുക, സൂക്ഷിച്ചു നിൽക്കുക എന്നുള്ള രീതിയാണ്. അഥവാ സുത്യർഹമായ ഒരു രീതിയുണ്ട്. ശുബ്ഹയെ സമീപിക്കുമ്പോൾ 2 രീതികൾ. ഒന്ന് സുത്യർഹമായ ഒരു രീതിയാണ്, മഹ്മൂദായ ഒരു രീതി. മറ്റൊന്ന് മദ്മൂമായ ഒരു രീതി. ആ 2 രീതി. ശുബ്ഹത്തിനോട് അകന്നു നിൽക്കുക എന്നുള്ളതാണ് മഹ്മൂദായ രീതി. അതിലേക്കുള്ള സൂചനയാണ് ഫമനിത്തക ശുബ്ഹാത്ത് എന്ന് പറഞ്ഞതിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അവ്യക്തമായ ഇത്തരം ശുബ്ഹകളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ മതത്തെയും അതിന്റെ റിസൾട്ട് എന്താണ്? ആ മഹ്മൂദായ ഒരു രീതിയെ സമീപിച്ചാൽ അതിന്റെ റിസൾട്ട് എന്താണ്? അവന്റെ മതത്തെയും അവന്റെ അഭിമാനത്തെയും സൂക്ഷിച്ചവരായി. മതം മനുഷ്യന് നൽകിയ മൗലികമായ അവകാശങ്ങളിൽപ്പെട്ട 6 അവകാശങ്ങൾ. ആ അവകാശങ്ങളിൽ സുപ്രധാനമായ 2 അവകാശങ്ങളാണ് ഹിഫ്ലുദ്ദീൻ, അവന്റെ മതത്തെ സംരക്ഷിക്കാനുള്ള അവകാശം. മറ്റൊന്ന് ഹിഫ്ലുൽ ഇർദ്, അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കാനുള്ള അവകാശം. ഈ 2 പ്രധാനപ്പെട്ട അവകാശങ്ങളെയും അവൻ നേടിയെടുക്കണമെങ്കിൽ അവൻ ഈ ശുബ്ഹയെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറണം. എങ്ങനെയാണ്? അവൻ വ്യക്തിപരമായി ശുബ്ഹയിൽപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവനൊരു
ഒരു പിന്തുടരപ്പെടുന്ന ആളാണെങ്കിൽ മറ്റുള്ളവർ അവനെ ഫോളോ ചെയ്യും. അതുവഴി അവൻ മതത്തിൽ തന്നെയാണ് വീഴ്ച വരുന്നത്, ശോഷണം വരുത്തുന്നത് എന്നുള്ള നിലയ്ക്ക് അത് മതത്തിന്റെ ഹിഫ്വിന് കോട്ടം സംഭവിക്കുന്നതാണ്. അതേപോലെ ഒരു മനുഷ്യൻ ശുഭഹകളുമായി ബന്ധപ്പെട്ട് ഇടപെടായി കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ അവൻ അകപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ വ്യക്തിത്വത്തെയാണ്, അവന്റെ അഭിമാനത്തെയാണ് അവൻ സ്വാഭാവികമായും മോശം വരുത്തുന്നത്. അവന്റെ അത് അഭിമാനത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഹിഫ്വിന് വിഘാതം വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത്തിഖാഉ ശുബ്ഹ എന്ന് പറയുന്നതാണ് മഹ്മൂദായ ഒരു രീതി എന്ന് പറയുന്നത്. അതേസമയം അതിന്റെ രണ്ടാമത്തെ രീതി മദ്മൂമായ രീതിയാണ്. അതിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകുന്നു, വമൻ വഖഅ ഫി ശുബ്ഹാത്ത്, ആരെങ്കിലും ശുബ്ഹയിൽ വീണ് കഴിഞ്ഞാൽ, ശുബ്ഹയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് മദ്മൂമായ രീതിയാണ്. അതിന്റെ റിസൾട്ട് എന്താണ്? വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിലേക്ക് വീണ് പോകും എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹറാമിലേക്ക് പോകുന്നത്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹ് മുസ്ലിമിൽ ഇതിനെ സംബന്ധിച്ച് ഒരാള് ശുബ്ഹയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ച നടത്തുന്നു, ആ ശുബ്ഹ അങ്ങനെ പതുക്കെ ചെയ്യാൻ അവൻ ധൈര്യത്തിൽ എത്തിച്ചേർക്കുമെന്ന് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായി കാണാം. എന്താണ് ഇതിന്റെ മറ്റൊരു റിസൾട്ട്? ഇബാദത്തിനോട് താല്പര്യമില്ലാതിരിക്കുക എന്നുള്ളതാണ്. സുഹൈൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അകലൽ ഹറാമ അസതുഹു ജവാരിഹു, ഇതിലകപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയങ്ങൾ സ്വാഭാവികമായും അവന്റെ ശരീരം അവന് കീഴ്പ്പെടാതെ, ആരാധനക്ക് കീഴ്പ്പെടാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാകും. കർമ്മങ്ങൾ തിരസ്കരിക്കപ്പെട്ടു പോകും. അതേപോലെ തന്നെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയായി അവന്റെ പ്രാർത്ഥനകൾ അവശേഷിക്കും എന്നതെല്ലാം വിവിധങ്ങളായ ഹദീസിലൂടെ ഈ ശുബ്ഹയുടെ അനന്തരഫലങ്ങളായി വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ശുബ്ഹയിൽ പെട്ടുപോയ ആൾ ഈ വിഷയങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നതിന് ശേഷം വളരെ മനോഹരമായി ഒരു ഉദാഹരണത്തിലൂടെയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ഹദീസിന്റെ 6, 7, 8 പരാമർശങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ആ ഉമ്മ എന്താണ്? എങ്ങനെയാണ് അവന്റെ ഉപമ? അതൊരു സംരക്ഷിത വേലിക്ക് ചുറ്റും മേക്കുന്ന ആട്ടിടേനെ പോലെയാണ്. അവൻ സംരക്ഷിത മേഖലയിൽ ആടിനെ മേച്ച് ആ സംരക്ഷിത മേഖലയിൽ ചെന്നു പതിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ഒരു ആടിനെ മേക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബൗണ്ടറിയിൽ നിന്നിങ്ങനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഒരു സംരക്ഷിത വലയിലേക്ക് അവൻ എത്തിപ്പെട്ടു. ആ സംരക്ഷിത വല സൂക്ഷിക്കാതെ അതിന്റെ അടുത്തുകൂടി ഇങ്ങനെ മേഞ്ഞു നടക്കുമ്പോൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. ആ വിശദീകരണത്തിന്റെ ആകത്തുക, ഇതിന്റെ ഇബാറത്തുകൾ നിങ്ങൾക്ക് വന്ന നോട്ട്സിലുണ്ട്. എന്റെ ആകത്തുക ഞാൻ പറയുകയാണ്. അതിലൂടെ മേച്ച് നടക്കുമ്പോൾ ആ പുല്ലുകളിലൂടെ മേച്ച് അവൻ അറിയാതെ ആ പുല്ലടന്ന് അവന്റെ ബൗണ്ടറി വിട്ട് മറ്റുള്ള ബൗണ്ടറിയിലേക്ക് എത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ രൂപത്തിലാണ് ഒരാൾ ശുബ്ഹകളെ സമീപിക്കുമ്പോൾ ഹറാമിൽ പെട്ടുപോകാനുള്ള സാധ്യത എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് 7-8 പരാമർശത്തിലൂടെ ഈ ഹദീസിന്റെ തുടർച്ചയായി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ വഇന്ന ലികുല്ലി മലികിൻ ഹിമ അലാ വഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, എല്ലാ രാജാക്കന്മാർക്കും ഒരു സംരക്ഷിത വേലിയുണ്ട്. അല്ലാഹുവിന്റെ സുരക്ഷിത വേലി എന്ന് പറയുന്നത് അവൻ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ മാസികൾ ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ സഹീഹ് മുസ്ലിമിൽ ഈ ഹിമയെ സംബന്ധിച്ചുകൊണ്ടും അതിനോടുള്ള മാറി നിൽക്കുന്ന രീതിയെ സംബന്ധിച്ചുകൊണ്ടും ഒക്കെ വിശദീകരിച്ചതായി ഇതിന്റെ ഇബാറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഈ ഹിമയെ സംബന്ധിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എങ്ങനെയാണ് ഉണർത്തിയത്? ഹിമ വഹിമല്ലാഹി മഹാരിമുഹു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ സംഗതികളാണ്. അപ്പോൾ വളരെ നല്ലൊരു മനോഹരമായ ഒരു ഉപമയിലൂടെ, ഒരു ബലീഗായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയങ്ങൾ പറഞ്ഞു പോവുകയല്ല, മറിച്ച് അതിനെ കൃത്യമായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ സലഫിന്റെ കൗലുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ശുബ്ഹകളെയും അതുപോലെ കറാഹത്തുകളെയും അവരെങ്ങനെയാണ് സമീപിച്ചത് എന്നുള്ളത് പണ്ഡിതന്മാർ മഹാനായ ഇബ്നുൽ മുനീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. ഒരു ഉദ്ധരണി, ഉഖ്ബത്തുൻ ബൈനഹു വ ബൈനൽ മക്റൂഹി, മുബാഹി എന്ന് പറയുന്ന സംഗതി ഉഖ്ബത്തുൻ ബൈനഹു വ ബൈനൽ മക്റൂഹി, അത് അവന്റെയും കറാഹത്തിന്റെയും ഇടയിലുള്ള ഒരു ബഫർ സോണാണ്.
ആ ബഫർ സോൺ ഫമനിസ്തക്സറ മിനൽ മുബാഹി, ആ ബഫർ സോണിലൂടെ അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ തതറഖയിൽ മക്രൂഹി, സ്വാഭാവികമായും അവൻ മക്രൂഹിലേക്ക് ചെന്നുപെടും. അൽ മക്രൂഹു ഉഖ്ബത്തുൻ ബൈനൽ അബ്ദി വൽ ഹറാം, മക്രൂഹി എന്ന് പറയുന്നതാകട്ടെ അത് അടിമയുടെയും ഹറാമിന്മാൻ ഇബ്ദാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ ഒരു ധരണി കാണാം. ഇജ്അലു ബൈനകും വബൈനൽ ഹറാമി സുത്രതൻ മിനൽ ഹലാലി ഫീഹി, നിങ്ങളുടെ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ നിങ്ങൾ ഒരു സുത്ര, ഒരു ബഫർ സോൺ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് മുന്നേറിയാൽ ചെന്ന് പതിക്കാതെ മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ ഉമയിൽ നിന്നും അധ്യാപനങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ നമുക്ക് വരച്ചു കാണിച്ചു എന്ന ചിത്രം. ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു ചെന്നാൽ ഇത്തരം വിഷയങ്ങളെ വറയുടെ സൂക്ഷ്മതയുടെയും ഭാഗമായി മഹാന്മാർ ഏത് രൂപത്തിലാണ് സമീപിച്ചത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അകലം പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിതം കാണിച്ചു തന്ന ആളുകളുടെ ഉദാഹരണങ്ങളുടെ നീണ്ട നിര നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഓരോന്നും വായിച്ചുകൊണ്ട് ഇവിടെ പറയുന്നില്ല, ഏതാനും ചില സംഭവങ്ങൾ, സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൃത്യമായ മാതൃക ഈ വിഷയത്തിൽ നമുക്കുണ്ട്, അവരുടെ പരാമർശങ്ങളുണ്ട്. അതൊക്കെ ഇതിന്റെ വ്യത്യസ്തമായ ഉദ്ധരണികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ അവരുടെ എല്ലാം വിജയത്തിന്റെ പിന്നിലുള്ള നിദാനം അവരുടെ മാതാപിതാക്കൾ കാണിച്ച സൂക്ഷ്മതയും അവർ ജീവിതത്തിൽ ഇത്തരം സമീപനങ്ങളെ സൂക്ഷ്മതയോടുകൂടെ നേരിട്ടതിന്റെയും സാക്ഷ്യപത്രങ്ങളാണ് അവർക്ക് ലഭിച്ച എല്ലാവിധ ഉയർച്ചയും. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പിതാ വിജയപ്പെടുത്തിയതിനു ശേഷം പറയുകയാണ്, വഖാല ദഖൽതു അലൈഹി ഇൻദ മൗതിഹി, അവരുടെ അരികിൽ മരണാസന്നമായ സമയത്ത് ബുഖാരി ഇമാമിന്റെ പിതാവിന്റെ അരികിൽ ഞാൻ പ്രവേശിച്ചു. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫഖാല, അവരോട് പറഞ്ഞു, ലാ അഅലമു ഫീ ജമീഇ മാലി ദിർഹമൻ മിൻ ശുബ്ഹത്തിൻ, സാക്ഷ്യപത്രം എടുത്തു നോക്കിയാൽ അവിടുത്തെ പിതാവ്, അവിടുത്തെ മാതാവ് വളരെയധികം സൂക്ഷ്മത പുലർത്തിയ മാതാപിതാക്കന്മാരായിരുന്നു. എന്തിനേറെ എന്ന് വെച്ചാൽ അവിടുത്തെ പിതാവ് കല്യാണം കഴിച്ചത് മറ്റുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായും അവരുടെ സൽക്കാരങ്ങളിലും അവരുടെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും അവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരികയും ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അവർ തന്നെ വില കൊടുത്തു വാങ്ങിയ ഒരു ജാരിയത്തിനെയാണ് അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഹലാലിൻ ലം യുഖാലിതുഹു ശുബ്ഹത്തുൻ, ശുബ്ഹ അല്ലാത്ത മാലിൽ നിന്ന് വാങ്ങിയ ഒരു ജാരിയത്തിനെ അവർ കല്യാണം കഴിച്ചു. സ്വന്തം അധ്വാനിച്ച ഹലാൽ ശുബ്ഹത്ത് പുലരാത്തതായ സമ്പാദ്യം സ്വീകരിക്കാൻ അവർ ശ്രദ്ധ കാണിച്ചു എന്ന് ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് സാക്ഷ്യപത്രം നൽകിയതായി കാണാം. അതേസമയം അവർ പ്രസവിച്ചതിന് ശേഷം ഇമാമുൽ ഹറമൈനിയുടെ ഉമ്മ എന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോയ സന്ദർഭത്തിൽ കുഞ്ഞറിഞ്ഞപ്പോൾ ആ ചരിത്രബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംവാദവേദിയിൽ ഇമാമുൽ ഹറമൈനി എന്ന് പറയുന്നത് സംവാദവേദിയിൽ ഇമാം ഗസാലി ഇമാമിന്റെ ആ ദിശാശാലിയുടെ ഒക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉപജ്ഞാതാവ്, ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ഇമാമുൽ ഹറമൈനി ആണല്ലോ. അവിടുന്ന് ഒരു സംവാദവേളയിൽ വാക്കിന് ചെറിയൊരു ഇടർച്ച വന്നപ്പോൾ അന്ന് കുടിച്ച മുലപ്പാലിന്റെ അംശമായേക്കാം ഒരുപക്ഷെ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവത്തെ മഹാനവറുകൾ അയവിറക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബവി ഇമാമിന്റെ കാര്യത്തിലുള്ള സൂക്ഷ്മത നാം നേരത്തെ പറഞ്ഞു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, അവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ച സമയത്ത് അതിന്റെ കാശ് വന്നത് ഒരു ശരിയായ സമ്പാദ്യത്തിലൂടെ അല്ല എന്ന് പിന്നീട് ഭക്ഷണം കഴിച്ച ഉടനെ ആരോ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് തന്റെ കൈവിരൽ വായിലിട്ടുകൊണ്ട് ഛർദ്ദിക്കുകയും അതിന്റെ അംശം പുറത്തു കളയും ഉദരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ ഇതുപോലെ ധാരാളം വിഷയങ്ങൾ നമുക്ക് കാണാം. ബഹ്റൈനി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് തയ്യാറായി വരിക എന്ന് പറഞ്ഞപ്പോൾ അവരത് പുരട്ടുകയും ആ പുരട്ടിയ വസ്ത്രത്തിൽ നിന്ന് വല്ലതും മടത്തു പോകാനൊരു ഇട വരികയും ചെയ്താൽ അത് സൂക്ഷ്മതയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള നിലക്ക് മഹാനവറുകൾ ഒരിക്കലും അവർ മുന്നോട്ട് വന്നപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി അവർ വിതരണം ചെയ്യാൻ വേണ്ടി അവരെ സെലക്ട് ചെയ്തില്ല എന്നുള്ളതാണ് ചരിത്രം. ഇങ്ങനെ മഹാനായ സംഭവങ്ങൾ ഇതിൽ വിവരിച്ചതായി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഒരാളിൽ നിന്ന് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ നിന്ന് അവരുടെ സമ്മതമില്ലാതെ വല്ലതും പകർത്തിയെടുക്കാൻ സാധിക്കുമോ, അത് പകർത്തിയെടുക്കരുത് എന്ന് സൂക്ഷ്മതയുടെ ഭാഗമായി പ്രഖ്യാപിച്ചു പോയ പണ്ഡിതന്മാർ ഉണ്ട്. മഹാനായ ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് സംഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാം ഒരു സംഗ്രഹം എന്നുള്ള നിലക്ക്
എങ്ങനെയാണ് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതിന്റെ എല്ലാം ഒരു കൃത്യമായ ഒരു സംഗ്രഹം ലഭിക്കാൻ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വറയിനെ വിശദീകരിച്ച ഒരു ഭാഗം എടുത്തു നോക്കിയാൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട 4 രൂപത്തിലുള്ള വറവുകളാണ് ഉണ്ടായിരുന്നത് എന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതിലെന്താണ്? ഒന്ന് വറവുൽ ഉദൂൽ അഥവാ നീതിമാന്മാര് കാണിച്ചു തന്ന വറആൻ. അതെന്താണ്? കർമ്മശാസ്ത്രം ഹറാമാക്കി വെച്ചിട്ടുള്ള എന്തൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വറവുൽ ഉദൂൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് വറവു സാലിഹീൻ, അത് സജ്ജനങ്ങളുടെ വറആൻ. അത് ഹറാമ ആണ്, ഹലാലാണ്, പക്ഷേ ഹറാമിന് സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഉപേക്ഷിക്കുമ്പോഴാണ് അത് വറവു സാലിഹീൻ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. മൂന്നാമത്തത് വറവുൽ മുത്തഖീൻ, അത് ഭക്തന്മാരുടെ വറആണ്. ഭക്തന്മാരുടെ വറവ് എന്ന് പറയുമ്പോൾ ഹറാമിന് സാധ്യതയില്ല, പക്ഷെ ഹറാമിലേക്ക് അത് എത്തിച്ചേരുമോ എന്നുള്ള ഭയം കൊണ്ട് അതിനെ ഉപേക്ഷിക്കുക, അതാണ് വറവുൽ മുത്തഖീൻ. മറ്റൊന്ന് വറവു സിദ്ദീഖീൻ, സത്യാത്മാക്കളുടെ വറവ് എന്ന് വേണമെങ്കിൽ അതേ സംബന്ധിച്ചുകൊണ്ട് പറയാം. അതെന്താണ്? അത് ഹറാമുമല്ല, ഹറാമിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഭയവുമില്ല, പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആവശ്യമായ അതിനെ ഊർജ്ജം പകരുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ഭക്ഷണങ്ങളും മറ്റും സ്വീകരിക്കുക, അല്ലാതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. ഈ 4 രൂപത്തിലും വറവ് സ്വീകരിച്ചപ്പോൾ ഈ വിന്നത്തിനെയും സുബുഹത്തിനെയും സ്വീകരിച്ച പണ്ഡിതന്മാരുടെ അവസാന ഭാഗത്ത് പരാമർശിച്ച ഒരു പരാമർശം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാമർശിക്കുന്നത്? 9-10 പരാമർശങ്ങൾ. അലാ വഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ് എന്നുള്ളതാണ് ആ പരാമർശം. മനുഷ്യൻ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി, അത് മോശമായി കഴിഞ്ഞാൽ എല്ലാം മോശമായി, അത് അവന്റെ ഹൃദയമാണ് എന്നുള്ള പരാമർശമാണ്. ഈ പരാമർശത്തെ സുബ്ഹയോടും ഹറാമിനോടും കലർന്ന ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നാം വിശദീകരിക്കേണ്ടത്. ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പരാമർശത്തിന്റെ ഒരു സമാപ്തമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അവസാന ഭാഗം. അലാ വഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സലഹൽ ജസദു കുല്ലുഹു. ഹറാമുകയും ശുഭഹയും വന്നു ചേരുന്ന വലിയൊരു പ്രത്യാഘാതത്തിലേക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ഭാഗത്തുള്ള ഈ കസനം നമ്മെ പ്രേരിപ്പിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അവസാന ഭാഗത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. ഫീഹി തൻബീഹു അലാ തഅലീമി ഖദ്രിൽ ഖൽബി വൽ ഹസ്സി അലാ സലാഹിഹി. ഹൃദയത്തിന്റെ സലാഹിയത്ത് കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിലേക്കുള്ള കൃത്യമായ ഒരു സൂചന, അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യമാവണം എന്നുള്ളൊരു സൂചന ഈ ഒരു അവസാന ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഹൃദയത്തെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അതിന്റെ സലാഹിയത്ത് സംരക്ഷിക്കാനുള്ള ഒരു മാർഗം? ആ ശരീരത്തെ ഹലാലെത്തിക്കുക എന്നുള്ളതാണ്. ഹലാലെത്തിക്കുമ്പോൾ മാത്രമാണ് ഹൃദയം സംശുദ്ധമാകുന്നത്. ഹൃദയത്തിലൂടെ ഹറാം ഒരിക്കലും കറങ്ങിക്കൊണ്ടിരിക്കാൻ പാടില്ല. നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയ പോഷകാംശങ്ങൾ, അത് ഹറാം കലർന്നിട്ടുള്ള പോഷകാംശങ്ങളാണെങ്കിൽ, ഭക്ഷണമാണെങ്കിൽ സ്വാഭാവികമായി അത് നമ്മുടെ ശരീരത്തിലെത്തുന്നു, വയറിലെത്തുന്നു, ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ ഭക്ഷണത്തെ നമ്മുടെ രക്തത്തിലേക്ക്, ആ ആമാശയത്തിലെത്തുന്ന ഭക്ഷണത്തിന്റെ പ്രോട്ടീൻ കണ്ടന്റുകൾ നമ്മുടെ രക്തത്തിലേക്ക് കലർത്തിവിടുക, അതിന് പറ്റിയ രൂപത്തിൽ ഭക്ഷണത്തെ ദഹിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആമാശയത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഡ്യൂട്ടി അനുസരിച്ചുകൊണ്ട് ആമാശയത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണം അത് ദഹിപ്പിച്ച് രക്തത്തിലേക്ക് അതിന്റെ പ്രോട്ടീൻ കണ്ടന്റുകൾ കലർത്തിവിട്ടാൽ ഈ രക്തമാണ് പിന്നീട് നമ്മൾ രക്തം ആഗിരണം ചെയ്യുന്നത്. സ്വാഭാവികമായും ഹൃദയത്തിന്റെ ധർമ്മം എന്താണ്? ഈ രക്തം ഓരോ 82 രൂപത്തിൽ ഹൃദയം ഇങ്ങനെ ഓരോ സമയത്തും രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഓരോ 24 മണിക്കൂറുമുള്ള ഈ പ്രോസസ് എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ലിറ്റർ കണക്കിന് രക്തമാണ് അവന്റെ ഹൃദയത്തിലൂടെ ഓരോ സമയവും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൽ അവന്റെ ഹറാമ് കലർന്ന ഒരു കണ്ടന്റാണ്. സാധാരണ രക്തത്തിൽ നോക്കിയാണ് നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും ടെസ്റ്റ് നാം നടത്തുന്നത്. ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങളെ സംബന്ധിച്ചായാലും അതിലുള്ള ഭൗതികമായ എല്ലാ രോഗങ്ങളുടെയും ടെസ്റ്റ് നടത്തുന്നത് ഈ രക്തം ഉപയോഗിച്ചുകൊണ്ടാണ്. എങ്കിൽ ഒരു ആത്മീയമായ സ്പിരിച്വൽ ബ്ലഡ് ടെസ്റ്റ് നടത്താനും എന്ന് പറയുന്നത് അത്തരം ഒരു ടെസ്റ്റ് നടത്തുകയും ആ ടെസ്റ്റിൽ ഹലാലിന്റെ കണ്ടന്റ് ഇല്ല, ഹറാമിന്റെ കണ്ടന്റാണ് ഈ രക്തത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ആ ശരീരത്തിൽ സലാഹിയത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹറാമിന്റെ കണ്ടന്റ് ഒഴിഞ്ഞ നേരമില്ലാത്ത ഈ ഒരു ശരീരം സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു. അൽ ഖൽബു അമീറുൽ ബദൻ ബിസലാഹിഹി യസ്ലഹു.
ശരീരത്തിന്റെ ഹൃദയം നിയന്ത്രിക്കുന്നു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ. സ്വാഭാവികമായും ഹറാമിന്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ ശരീരം ഹൃദയത്തിന്റെ മറ്റു ഭാഗങ്ങൾ അതിനെ കൂട്ടാക്കാത്ത അവസ്ഥ വരും. അതോടുകൂടി തന്നെ അവന്റെ ഹൃദയത്തിന് സ്വാഭാവികമായും അന്ധത ബാധിക്കുകയും അതിന് ആമ എന്ന് പറയുന്നതായ ഒരു ഹൃദയമാണല്ലോ കേന്ദ്രം എന്ന് പറയുന്നത്. ഹൃദയം എന്ന് പറയുന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം തന്നെ, ഹൃദയം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ കേന്ദ്രത്തിലേക്കുള്ള ഒരു സൂചനയുണ്ടല്ലോ. അതുകൊണ്ട് ആ കേന്ദ്രമാകുന്ന ഹൃദയം അത് അന്ധമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അക്കുലുൽ ഹബീസി ബിഹി തഅമൽ ഖുലൂബ് ഫലാ തുഫ്തിസ് ബിഹാ ദുൽമതൻ തഫ്ദി ഇലാ കലലി എന്ന് മഹാന്മാർ പാടിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹൃദയം അന്ധമായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം അന്ധമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ഈ ഒരു അന്ധതയിലേക്കാണ് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൂചിപ്പിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരു ആയത്ത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫിസ് സുദൂർ. അവരുടെ കണ്ണിലുള്ള യഥാർത്ഥ ഈ കണ്ണ് എന്ന് പറയുന്ന ആ കണ്ണിനല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് അവരുടെ ഹൃദയങ്ങളിലുള്ള കണ്ണുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ആ അന്ധത ബാധിച്ചാലുള്ള പ്രത്യാഘാതം എന്താണ്? ഫമൻ കാന ഫീ ഹാദിഹിൽ അഅമ. ഈ ഭൗതികമായ ലോകത്ത് അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ വഹുവ ഫിൽ ആഖിറത്തി അഅമ. പരലോകത്തും അവൻ ആമ തന്നെയായിരിക്കും. ആ അന്ധത എന്ന് പറയുന്നത് കൽബിന്റെ അന്ധതയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഇവിടെ അന്ധനായിരുന്നു. ഈ കണ്ണിന്റെ അന്ധതയാണ്, ഹൃദയത്തിന്റെ അന്ധതല്ല. അവർക്ക് പരലോകത്ത് അന്ധരല്ല. ഇവിടെ അന്ധരാണ്, പക്ഷേ അവിടെ അന്ധരല്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇവിടെ അന്ധരല്ല, പക്ഷേ പരലോകത്ത് അന്ധന്മാരായി പോകും. ആ ഒരു ആയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. നമ്മെ സംരക്ഷിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ നാം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ആകെ ഒരു പൊമ്പയി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവടിയില്ല എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രം. ആ ഒരു പ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പുലർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി